മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാത്തി അൽ ഉസ്താദ്. വെൽക്കം ടു ഉസ്താദ് യൂട്യൂബ് ചാനൽ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററായ ലുഗത്തി അൽ അറബിയ എന്ന കവിതയാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അനി ഷാഇർ, കവിയെക്കുറിച്ച്. എബൌട്ട് ദി പോയറ്റ്. ആൻ എന്നാൽ എബൌട്ട്, സംബന്ധിച്ച്. ഷാഇർ, പോയറ്റ്. എബൌട്ട് ദ പോയറ്റ്. ലുഗത്തി അൽ അറബിയ എന്ന ആ കവിത എഴുതിയിട്ടുള്ള കവിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വുലിദ ജലീൽ ഖസ്അൽ ഫി ബഗ്ദാദ്. വുലിദ, ബോൺ അഥവാ ജനിച്ചു. ആര്? ജലീൽ ഖസ്അൽ. ഇദ്ദേഹമാണ് ജലീൽ ഖസ്അൽ. ജലീൽ ഖസ്അൽ ജനിച്ചു. ജലീൽ ഖസ്അൽ വാസ് ബോൺ ഫി ബഗ്ദാദ്, ഇൻ ബഗ്ദാദ്. എപ്പോഴാണ് ജനിച്ചത്? ഡേറ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. 1960 യനായർ 1 അല്ലേ? വാഹിദ് യനായർ അൽഫിൻ വതിസ്ഇമയത്തിൻ വസിത്തീൻ. അങ്ങനെയാണത് വായിക്കേണ്ടത്. 1960 യനായർ എന്നാൽ ജനുവരി 1 അദ്ദേഹം ജനിച്ചത്. ജലീൽ ഖസ്അൽ വാസ് ബോൺ ഇൻ ബഗ്ദാദ് ഓൺ January 1st, 1960. ഹുവ കാതിബുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാൽ. ഹുവ അദ്ദേഹം, ഹി. കാതിബുൻ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഹീസ് എ റൈറ്റർ. മഷ്ഹൂറുൻ പ്രശസ്തനായ, ഫേമസ് അല്ലെങ്കിൽ റിനൗണ്ട് എന്ന് പറയാം. ഹീസ് എ റിനൗണ്ട് റൈറ്റർ. ഫി അദബിൽ അത്ഫാൽ. അദബ് എന്നാൽ സാഹിത്യം, ലിറ്ററേച്ചർ. അൽ അത്ഫാൽ, തിഫുലുൻ എന്നതിൻ്റെ ജംആണല്ലോ അത്ഫാൽ, കുട്ടികൾ, ചിൽഡ്രൻ. ഫി അദബിൽ അത്ഫാൽ, ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. കുട്ടികളുടെ സാഹിത്യത്തിൽ അഥവാ ബാലസാഹിത്യത്തിൽ പ്രശസ്തനായ എഴുത്തുകാരനാണ് അദ്ദേഹം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്. കതബ അദ്ദേഹം എഴുതി. അഷറാത്ത്. അഷറത്തുൻ എന്നാൽ എത്രയാണ്? 10. അഷറ 10. അഷറാത്ത് എന്നാലോ 10കൾ. നമ്മൾ സാധാരണ പറയാറില്ലേ 100 കണക്കിന് എന്ന്? അതേ ശൈലിയിൽ അറബിയിലുള്ള ഒരു പ്രയോഗമാണ് അഷറാത്ത്, 10 കണക്കിന്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഡസൻ കണക്കിന് എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡസൻസ് എന്ന് പറയാം. ഡസൻ കണക്കിന് അല്ലെ 10 കണക്കിന് എന്നാണ് വാക്കർത്ഥം. ഓരോ ഭാഷയ്ക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡസൻ കണക്കിന് അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? അൽ അഗാനി, സോങ്സ്, പാട്ടുകൾ. വൽ മസ്റഹിയാത്ത്, നാടകങ്ങൾ, ഡ്രാമകൾ അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയാം. പ്ലേ എന്ന് പറഞ്ഞാൽ ഡ്രാമ, നാടകം എന്ന അർത്ഥമുണ്ട്, ഇംഗ്ലീഷിൽ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ഡസൻ കണക്കിന് സോങ്ങുകളും അതുപോലെ പ്ലേകൾ അഥവാ നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെന്താ എഴുതിയത്? വ അഫ്ലാമിർ റുസൂമിൽ മുത്തഹർരിക. അഫ്ലാം, ഫിലിം എന്നതിൻ്റെ ജമ്മാണ് അഫ്ലാം, സിനിമകൾ. അർ റുസൂമിൽ മുത്തഹർരിക, ആനിമേറ്റഡ് ചിത്രങ്ങളുടെ അഥവാ ആനിമേറ്റഡ് സിനിമകൾ, ആനിമേഷൻ സിനിമകൾ. അഫ്ലാമുർ റുസൂമിൽ റുസൂം എന്നാൽ ചിത്രങ്ങൾ എന്നാണ്. മുത്തഹരിക്ക എന്നാൽ ചലിക്കുന്ന ചിത്രങ്ങൾ, അതല്ലേ ആനിമേറ്റഡ് ചിത്രങ്ങൾ, ആനിമേറ്റഡ് വീഡിയോകളൊക്കെ കണ്ടില്ലേ, അതാണ് അഫ്ലാമുർ റുസൂമിൽ മുത്തഹരിക്ക. ആനിമേഷൻ സിനിമകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലിൽ അത്ഫാലി, ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടി. He has written dozens of songs, plays and animated films for children. ഹസല അല, അദ്ദേഹം നേടിയിട്ടുണ്ട്. He has received, അദ്ദേഹം നേടിയിട്ടുണ്ട്. ജവായിസ്, അവാർഡുകൾ. കസീറ, ധാരാളം. മെനി, ന്യൂമറസ് എന്നാൽ മെനി അഥവാ ഒരുപാട് എന്നർത്ഥമാണ്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്?
ലി അമാലിഹി അദ്ദേഹത്തിൻ്റെ വർക്കുകൾക്ക്, വർക്ക് എന്നാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികൾ, അതാണ് ലി അമാലിഹി അൽ അദബിയ, സാഹിത്യ വർക്കുകൾക്ക്, ഫോർ ഹിസ് ലിറ്റററി വർക്ക്സ്, ലിൽ അത്തുഫാലി ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഹി ഹാസ് റെസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഫോർ ഹിസ് ലിറ്റററി വർക്ക്സ് ഫോർ ചിൽഡ്രൻ. തുർജിമത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള അഥവാ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമാലുഹു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കവിതകളും പാട്ടുകളും നാടകങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് അമാല് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വർക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലൽ ലുഗത്തിൽ ഇൻജിലീസിയ, ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ലുഗത്ത് എന്നാൽ ലാംഗ്വേജ്, ഇൻജിലീസിയ ഇംഗ്ലീഷ്. ഹിസ് വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് വൽ അൽമാനിയ എന്നാൽ ജർമ്മൻ ഭാഷയിലേക്കും, വൽ ഇറ്റാലിയൻ ഭാഷയിലേക്കും, വൽ കുർദിഷ് ഭാഷയിലേക്കും, വൽ ഫാരിസിയ പേർഷ്യൻ ഭാഷയിലേക്കും. അപ്പോൾ പല ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഥവാ മഹാനായൊരു എഴുത്തുകാരനാണ് ആര്? ജലീൽ ഖസാൽ. അടുത്തത് ഒരു വർക്കാണ്, നമുക്ക് വായിച്ചു നോക്കാം. നുൻഷിദു നമുക്ക് പാടാം, അൽ അബയാത്ത് ബൈത്തുകൾ. ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബൈത്ത് എന്നാൽ വീട് എന്ന് നമുക്കറിയാം. എന്നാൽ ബൈത്ത് എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, കവിതാ വരികൾ. അപ്പോൾ ഇവിടെ കവിതകൾ എന്നാണ് അർത്ഥം, കവിതയുടെ വരികൾ എന്നാണ് അർത്ഥം. നുൻഷിദു നമുക്ക് പാടാം, അൽ അബയാത്ത് കവിതാ വരികൾ നമുക്ക് പാടാം, അൽ ആത്തിയ താഴെയുള്ള കവിതയുടെ വരികൾ, കുറേ വരികൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കവിതാ വരികൾ നമുക്ക് പാടാം. അത് പല പല കവിതകളിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. വനഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, മിൻഹ അതിൽ നിന്നും, ആ കവിതകളിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം, അൽ അബയാത്ത് കവിതാ വരികൾ, അനിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയെക്കുറിച്ച്. അപ്പോൾ അത് 4 തരം കവിതകൾ അവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ ഏത് വരികളാണ് അറബി ഭാഷയെക്കുറിച്ച് പറയുന്നത്, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ നമുക്ക് പാടി നോക്കാം. പാടൽ നിങ്ങൾ പാടാൻ, ഞാൻ വായിക്കാം. ലുഗത്തുൽ ജമാലി കഅന്നമാ നഫഹാതുഹാ ലിൽ ആശിഖീന മിനസ് സമാഇ ഹദിയ. ലുഗത്ത് എന്നാൽ എന്താ? ലാംഗ്വേജ്, ഭാഷ. അൽ ജമാൽ എന്നാൽ ബ്യൂട്ടി, സൗന്ദര്യം. ദ ലാംഗ്വേജ് ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തിൻ്റെ ഭാഷ. അതാണ് ഏത്? അറബി ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. സൗന്ദര്യത്തിൻ്റെ ഭാഷയാണത്. കഅന്നമ നഫഹാതുഹ, കഅന്നമ പോലെയുണ്ട്, നഫഹാത്ത് എന്നാൽ സുഗന്ധം, ഫ്രാഗ്രൻസ്. അതിൻ്റെ, ആ അറബി ഭാഷയുടെ സുഗന്ധം പോലെയുണ്ട്. ഏതുപോലെയുണ്ട് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ലിൽ ആശിഖീന അതിനെ സ്നേഹിക്കുന്നവർക്ക്. ആശിഖീൻ എന്നാൽ സ്നേഹിക്കുന്നവർ, ലവേഴ്സ്. ഏതിനെ സ്നേഹിക്കുന്നവരാ? ആ അറബി ഭാഷയെ സ്നേഹിക്കുന്നവർ. അറബി ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് എന്ന് കിട്ടുന്നത് എങ്ങനെ? ലിൽ എന്നുള്ളത് കൊണ്ടാണ്. ലിൽ ആശിഖീന അതിനെ സ്നേഹിക്കുന്നവർക്ക്, മിനസ്സമായി ആകാശത്തു നിന്നുള്ള, ഹദിയത്തുനെന്നാൽ സമ്മാനം. ഈ അറബി ഭാഷയുടെ സുഗന്ധം ആകാശത്ത് നിന്നും ആ അറബി ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് ലഭിച്ച ഒരു സമ്മാനം പോലെയുണ്ട്. അപ്പോൾ ആകാശത്ത് നിന്ന് പറഞ്ഞാൽ പടച്ചോൻ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു സമ്മാനം പോലെയുണ്ട് ഈ അറബി ഭാഷയുടെ സുഗന്ധം. അപ്പോൾ ഇത് അറബി ഭാഷയെക്കുറിച്ചാണല്ലേ? അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഇദാ മാ കുൻത നീ ആണെങ്കിൽ, ദാ ഖൽബിൻ
കൽബ് എന്നാൽ ഹൃദയം, ഹാർട്ട്. ദാ കൽബിൻ ഹൃദയമുള്ളവൻ. എന്ത് ഹൃദയമുള്ളവൻ? ഖനൂഇൻ സംതൃപ്തമായ, നല്ല സംതൃപ്തിയുള്ള ഒരു ഹൃദയമുള്ള ആളാണ് നീയെങ്കിൽ, അത്യാഗ്രഹങ്ങളില്ലാത്ത സംതൃപ്തമായ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് നീയെങ്കിൽ, ഇഫ് യു ആർ എ കണ്ടൻറ്റ് ഹേർട്ടഡ് പേഴ്സൺ, നീ നല്ല അത്യാഗ്രഹമില്ലാത്ത സംതൃപ്തനായ ഒരു മനുഷ്യനാണെങ്കിൽ, സംതൃപ്തിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് നീയെങ്കിൽ, അപ്പോൾ അന്ത നീയും മാലിക്കുദ്ദുനിയ ദുനിയാവിൻ്റെ ഉടമയും ഈ ലോകത്തിൻ്റെ ഉടമയും സവാഉ തുല്യരാണ്. ഈ ലോകം മുഴുവൻ ഒരാളുടേതാണെന്ന് സങ്കല്പിക്കുക, ഒരു മനുഷ്യൻ്റേതാണ് ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്തെന്ന് സങ്കല്പിക്കുക. അയാൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അയാൾ ജീവിക്കുക. അയാൾക്കൊന്നിനും ഒരു കുറവില്ല. ഇവിടുത്തെ സ്വർണവും വെള്ളിയും ബിൽഡിങ്ങുകളും അതൊക്കെ ഒരാളുടേതാണെങ്കിൽ അയാൾ എത്രമാത്രം സന്തോഷത്തോട് ജീവിക്കും. അപ്പോൾ അതുപോലെയാണ് സംതൃപ്തമായ ഹൃദയമുള്ളവൻ. അപ്പോൾ നീ സംതൃപ്തമായ ഹൃദയമുള്ളവനാണെങ്കിൽ നീയും ഈ ലോകത്തിൻ്റെ ഉടമയും ഒരേപോലെയാണ്, സവാഉ തുല്യരാണ്. ദെൻ യു ആർ ഈക്വൽ ടു ദ ഓണർ ഓഫ് ദി വേൾഡ്. ഓക്കെ, അപ്പോൾ ഇത് അറബി ഭാഷയെക്കുറിച്ചാണോ? അല്ല. അതുകൊണ്ട് ഇത് നമ്മൾ എഴുതേണ്ടതില്ല. ഇനി അടുത്ത വരി കവിത നോക്കാം. ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഖും എല്ലാവർക്കും അറിയാലോ എന്താണ് അർത്ഥം? സ്റ്റാൻഡപ്പ്, നിൽക്ക്. ലിൽ മുഅല്ലിമി ഫോർ ദ ടീച്ചർ, അധ്യാപകന് വേണ്ടി നീ നിൽക്ക്. അധ്യാപകനെ ആദരിച്ചുകൊണ്ട് നീ നിൽക്കണം. വഫിഹി അദ്ദേഹത്തിന് നീ നൽകണം. അത്തബ്ജീല ആദരവ്, ഷോ ഹിം റെവറൻസ്, ഷോ ഹിം റെസ്പെക്റ്റ് ഹിം. അധ്യാപകനെ നീ ആദരിക്കണം. കാദൽ മുഅല്ലിമു, കാദ ആകാറായിരിക്കുന്നു, അൽ മുഅല്ലിമു അധ്യാപകൻ, അൻ യകൂന ആവാൻ, റസൂല പ്രവാചകനാവാൻ. അധ്യാപകൻ പ്രവാചകനോളം എത്താറായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് എന്ന്. അതാണ് ഈ രണ്ടാം ഭാഗത്ത് പറയുന്നത്. കാദൽ മുഅല്ലിമു അധ്യാപകൻ ആകാറായിരിക്കുന്നു, അൻ യകൂന റസൂല പ്രവാചകനാവാൻ. ദ ടീച്ചർ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മെസ്സഞ്ചർ. അധ്യാപകൻ ഒരു പ്രവാചകനെ പോലെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിലേക്ക് ചേർത്തുകൊണ്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്, അഥവാ അവരുടെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് അറബി ഭാഷയെക്കുറിച്ചാണോ? അല്ല. ഇനി നമുക്ക് അടുത്തത്, ലുഗതി ഹയ്യാക റഹ്മാൻ വബിലഫ്ലിക ജാഅൽ ഖുർആൻ യഹ്ദൂക സദാദും വബയാൻ വഹുദൻ ലിന്നാസി വതിബിയാൻ. ലുഗതി എൻ്റെ ഭാഷയെ വിളിക്കുകയാണ്. എൻ്റെ ഭാഷേ, ഹയ്യാക്ക നിന്നെ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. ഗ്രീറ്റഡ് യു. ആര്? അർ റഹ്മാൻ, ദ മോസ്റ്റ് മേഴ്സിഫുൾ, കരുണാവാരിധിയായവൻ അഥവാ റഹ്മാനായവൻ. അതാരാ റഹ്മാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഒരു പേരാണല്ലോ റഹ്മാൻ. അർ റഹ്മാൻ, അർ റഹീം എന്നൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അപ്പോൾ അള്ളാഹു എന്നതിന് പകരമാണ് ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നിന്നെ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. മൈ ലാംഗ്വേജ്, എൻ്റെ ഭാഷയെ, ദ മോസ്റ്റ് മേഴ്സിഫുൾ, കരുണാവാരിധിയായവൻ, ഗ്രീറ്റഡ് യു നിന്നെ, ഹയ്യാക്ക നിന്നെ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. വബിലഫ്ലിക നിൻ്റെ വാക്കുകളിൽ, ഇൻ യുവർ വേർഡ്സ്, ജാ വന്നു, അൽ ഖുർആൻ വന്നു. അപ്പോൾ ഖുർആൻ വന്ന ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്ര വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് അറബി ഭാഷയെക്കുറിച്ചാണ് എന്നല്ലേ. യഹ്ദൂക നിന്നെ നയിക്കുന്നു. യു ആർ ഡ്രിവൺ ബൈ, അല്ലെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ
സദാദുൻ. സദാദ് എന്നാൽ കറക്റ്റ്നെസ്. വ ബയാൻ ക്ലാരിറ്റി. യു ആർ ഡ്രിവൺ ബൈ കറക്റ്റ്നെസ് ആൻഡ് ക്ലാരിറ്റി. യു ആർ ഗൈഡഡ് ബൈ കറക്റ്റ്നെസ് ആൻഡ് ക്ലാരിറ്റി വ്യക്തത. കറക്റ്റ്നെസ് എന്നാൽ കൃത്യത. കൃത്യതയും വ്യക്തതയും കൊണ്ട് നീ നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൃത്യതയും വ്യക്തതയും നിന്നെ നയിക്കുന്നു. വഹുദൻ സന്മാർഗമായിട്ട്, ലിന്നാസി ജനങ്ങൾക്ക്, എ ഗൈഡൻസ് ഫോർ പീപ്പിൾ. വതിബിയാൻ, തിബിയാൻ എന്നാൽ ക്ലിയർ എക്സ്പ്ലനേഷൻ, വ്യക്തമായ വിശദീകരണമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനെ അള്ളാഹു അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും ഇത് അറബി ഭാഷയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ 2 അറബി ഭാഷയെക്കുറിച്ചാണ്, 2 അറബി ഭാഷയെക്കുറിച്ചല്ല. ഓക്കെ, ഇതോടുകൂടി നമ്മൾ 1ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.